എല്ലാവർക്കും മനോസ് ബയോളജിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റീപ്രൊഡക്റ്റീവ് ഫേസ്, അതായത് ലൈഫ് സ്പാനിലെ 3 ഫേസുകളിലെ റീപ്രൊഡക്റ്റീവ് ഫേസ് ഇൻ ആനിമൽസിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. ആ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഇഷ്ടപ്പെട്ട് കാണുമെന്നും വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. ഈ ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫർദറായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭ്യമാവൂ. അതുകൊണ്ടാണ് അത് പ്രസ് ചെയ്യാമെന്ന് പറഞ്ഞത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതുവരെ പറഞ്ഞത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ മെത്തേഡ്സും ലൈഫ് സ്പാനും അതിൻ്റെ ഇവൻസുകളും അങ്ങനെയുള്ള കുറേ ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മുടെ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇത് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഏതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ? അപ്പം സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്തുവാണെന്നൊക്കെ നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സിൽ, ഈ ചാപ്റ്ററിലെ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്ഷൽ റീപ്രൊഡക്ഷനകത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട കുറേ ഇവൻസുകളുണ്ട്, കുറേ സംഭവങ്ങൾ. അത് നമ്മൾ വളരെ വിശദമായിട്ട് ആ സംഭവങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ടോപ്പിക്കാണ് ഏതെന്ന് പറഞ്ഞത് ഈവൻസ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഏതാണ് ഈവൻസ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലേ? സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയോ അതിനെക്കുറിച്ചാണ് വളരെ വിശദമായിട്ട് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കതിന് മുമ്പ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്തുവാണെന്ന് നമുക്കറിയാം. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്തുവാണെന്ന്. എന്തുവാ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡെഫിനിഷൻ പറഞ്ഞിരുന്നു. ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ്സിലോട് നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞാണ്. എന്തുവാന്ന് നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും. വെൻ two parents participate in reproductive process and involves fusion of male and female gamete, then that reproduction is called as sexual reproduction. അല്ലേ? സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പ്രത്യേകതയായിരുന്നു നമ്മൾ പറഞ്ഞത്. ഏതാണെന്ന് പറഞ്ഞാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ജീവജാലങ്ങളിൽ എത്ര പേരൻസ് ഇൻവോൾവ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ആ റീപ്രൊഡക്റ്റീവ് പ്രോസസ്സിൽ 2 പേരൻസ് ഇൻവോൾവ് ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല, അവിടെ ആരെയും പ്രൊഡ്യൂസ് ചെയ്യും, ഗ്യാമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ആ ഗ്യാമേറ്റ്സ് ഫ്യൂഷനിൽ, അതായത് ബീജസങ്കലനം അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കും, ആ ഫ്യൂഷൻ പ്രോസസ്സിലും ഇൻവോൾവ് ആവും. മനസ്സിലായി? അങ്ങനത്തെ ഒരു പ്രത്യുൽപാദനത്തിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഇത് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞാണ്, നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റിനകത്ത് തന്നെ ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് യൂഷ്വലി ബൈ പാരന്റൽ പ്രോസസ്. എത്ര പേരൻസ് ഇൻവോൾവ് ആണ്? 2 പേരൻസ്. ഓക്കെ, പിന്നെ അതേപോലെ നമ്മൾ പറഞ്ഞാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇലാബറേറ്റ് ആണ്, കോംപ്ലക്സ് ആണ്, സങ്കീർണതയുള്ളതാണ് ആൻഡ് സ്ലോ പ്രോസസ് അല്ലേ? വളരെ പതുക്കെ നടക്കുന്നത് ആസ് കമ്പയർഡ് ടു ഏതാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ആൻ എലാബറേറ്റ്, കോംപ്ലക്സ് ആൻഡ് സ്ലോ പ്രോസസ്. ഓക്കെ, പിന്നെ അതേപോലെ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പ്രത്യേകത അതിലുണ്ടാകുന്ന പ്രോഡക്ട്സ് അല്ലേ? എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ പേരന്റിൽ നിന്നും മറ്റ് ജീവജാലങ്ങളിൽ നിന്നും എന്ത് കാണിക്കും? വേരിയേഷൻസ്, ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? അതിലുണ്ടാകുന്ന പ്രോഡക്റ്റിനെ നമ്മൾ ഏത് പേര് വിളിക്കും? ഹൈബ്രിഡ് എന്ന് വിളിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞാണ്. ഓക്കെ, അപ്പം എന്തുവാ നമ്മൾ പറഞ്ഞേ? സെക്ഷൽ റീപ്രൊഡക്ഷൻ റിസൾട്ട് ഇൻ ഓഫ്സ്പ്രിങ്സ് ദാറ്റ് ആർ നോട്ട് ഐഡന്റിക്കൽ ടു പേരൻസ് ആൻഡ് എമംഗ് ദംസെൽസ് അല്ലേ? അതായത് പേരൻസിനും അതേപോലെ തന്നെ അവന്മാർ തമ്മിൽ, കുഞ്ഞുങ്ങൾ തമ്മിലും എന്ത് കാണിക്കുന്നുണ്ട്? വേരിയേഷൻസ് കാണിക്കുന്നുണ്ട് അല്ലേ? അതിനുള്ള റീസൺ ആയിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു, മുൻ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ റീസൺ ഇതായിരുന്നു നമ്മൾ അറിഞ്ഞേ, അതായത് ഇങ്ങനെ ഓഫ്സ്പ്രിങ്സ് ഡിഫറൻസ് കാണിക്കാനുള്ള കാരണം ബിക്കോസ് ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്സ് ഫ്രം 2 പേരൻസ്. ഓക്കെ, കാര്യം പറഞ്ഞ പിടിയിട്ടല്ലോ. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ നമുക്കറിയാം സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ മറ്റൊരു ഡെഫിനേഷൻ നമ്മുടെ ടെക്സ്റ്റിനകത്ത്, അതായത് പറയുന്നുണ്ട്, ഇതാണ് അതിൻ്റെ ഡെഫിനേഷൻ. നല്ല അതിൽ നടക്കുന്ന ഇവൻസുകളെ കുറിച്ച്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ്സ് ഫോർമേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്സ് എയ്തർ ബൈ സിംഗിൾ പേരന്റ് ഓർ ബൈ ഡിഫറെൻറ്റ് പേരൻസ് ഓഫ് ഓപ്പോസിറ്റ് സെക്സ്. ഓക്കെ, അതായത് അവിടെ ബീജങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അത് ഒരു ഇൻഡിവിജ്വലിൽ നിന്നാകാം മെയിലും ഫീമെയിലും ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സ് ആയിട്ട് ആണും പെണ്ണും എന്ന് പറയുന്ന 2 സെപ്പറേറ്റ് സെക്സുകളായിട്ടുള്ള ജീവജാലങ്ങളിൽ നിന്ന്, യൂണിസെക്ഷൽ ആയിട്ടുള്ള 2 പേരന്റിൽ നിന്നാകാം ആ ഗ്യാമേറ്റ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? പിന്നെ നമുക്കറിയാം ദീസ് ഗ്യാമേറ്റ്സ് അണ്ടർഗോ ഫ്യൂഷൻ ടു ഫോം എ സൈഗോട്ട് വിച്ച് ഡെവലപ്സ് ഇൻടു എ ന്യൂ ഓർഗാനിസം അല്ലേ? ഈ ഗ്യാമേറ്റ്സ് ഫ്യൂഷനിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ ഈ ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് ആരുണ്ടാവും? സൈഗോട്ട് എന്ന് പറയുന്ന യൂണിസെല്ലാർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അത് പിന്നീട് എന്തായിട്ട് മാറും? പുതിയൊരു ജീവിയായിട്ട് മാറും. Okay. Even though the events in sexual reproduction is elaborate and complex, which follow a regular sequence.
അതായത് നമ്മൾ പറഞ്ഞാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് ആണ്, ഇലാബറേറ്റ് പ്രോസസ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ അതിനകത്ത് നടക്കുന്ന ഈവൻസുകൾ അത് ഏത് ജീവജാലം എടുത്താലും, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ഏത് ജീവജാലം എടുത്താലും അതിനൊരു റെഗുലർ ഓർഡർ ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്നത്, സെക്കൻഡ് ഇന്നത്, തേർഡ് ഇങ്ങനെ, അങ്ങനെ ഒരു റെഗുലർ ഓർഡർ ഉണ്ട്. അതിന് മാറ്റമൊന്നുമില്ല. മനസ്സിലായ? അതായത് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്ന ഒരു ഇവന്റ് ആണ് ഏതെന്ന് പറയുന്നത് ഗ്യാമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള കാര്യം അല്ലേ. ആ പ്രൊഡ്യൂസ് ചെയ്ത ഗ്യാമേറ്റ്സ് പിന്നീട് എന്ത് ചെയ്യും? ഫ്യൂഷനിൽ പങ്കെടുക്കും. അതിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കും. അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രോഡക്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് സൈഗോട്ട്. സൈഗോട്ട് എന്തായിട്ട് മാറും? ഡിവൈഡ് ചെയ്ത്, സൈഗോട്ട് യൂണിസെല്ലാർ ആണ്, അത് ഡിവൈഡ് ചെയ്ത് ബഹുകോശ ഘടനയുള്ള, അതായത് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറായിട്ട് മാറും. അതിനെയാണ് നമ്മൾ എംബ്രിയോ എന്ന് വിളിക്കും. എംബ്രിയോ പിന്നീട് എന്തായിട്ട് മാറും? ഒരു ഓർഗാൻസോ ആയിട്ട് മാറും അല്ലേ. ഇതാണ് അവിടെ നടക്കുന്ന ഈവൻസുകൾ അല്ലേ. അപ്പം സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഫോർമേഷൻ ആൻഡ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ്. പിന്നെ ഫോർമേഷൻ ഓഫ് സൈഗോട്ട് അല്ലേ. പിന്നെ ആൻഡ് എംബ്രിയോജെൻസിസ്. ആ ഉണ്ടായ സൈഗോട്ട് എംബ്രിയോയും ഓർഗാൻസോ ആയിട്ട് മാറുന്ന കംപ്ലീറ്റ് ഇവന്റ്സിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഏത്? എംബ്രിയോജെൻസിസ്. ഓക്കെ, ഇതാണ് അവിടെ നടക്കുന്ന ഇവന്റ്സുകൾ വളരെ ചുരുക്കത്തിൽ നമുക്ക് പറയാവുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇവിടെ നടക്കുന്ന ഈവൻസുകളെല്ലാം നമുക്ക് മനസ്സിലാകാൻ വേണ്ടി വളരെ സിംപ്ലിഫൈഡ് ഫോമിൽ ഒരു ഫ്ലോ ചാർട്ടായിട്ട് ഞാൻ ഈ ബോർഡ് വരച്ചിട്ടിട്ടുണ്ട്. ബോർഡ് വളരെ ചെറുതാണ്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് പ്രശ്നങ്ങളൊക്കെ വഴിയെ പരിഹരിക്കാം. അപ്പം ഇത് നോക്കിക്കൊള്ളുക. അപ്പം നമ്മൾ പറയാൻ പോവാണ്. നമ്മൾ പറഞ്ഞാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ജീവജാലങ്ങൾ, അതിൽ ഹാപ്ലോയിഡ്സും ഉണ്ട്, ഡിപ്ലോയിഡ് ഓർഗാൻസും. എന്നാൽ കൂടുതൽ ശതമാനം സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ജീവജാലങ്ങൾ ഏതായിരിക്കും? ഡിപ്ലോയിഡ്സ് ആയിരിക്കും. ഏതായിരിക്കും? ഡിപ്ലോയിഡ്സ്. അപ്പം ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു പേരന്റിൽ നടക്കുന്ന ഇവന്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ജീവജാലങ്ങളിൽ നടക്കുന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇവന്റ്സുകളാണ് ഞാനൊരു ഫ്ലോ ചാർട്ടായിട്ട് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. എന്തുവാ ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, അതിൻ്റെ ഒരു സെൽ എടുക്കുവാണെങ്കിൽ അതിനകത്ത് എത്ര സെറ്റ് ഓഫ് ക്രോമസോം കാണും? 2n ആണ്. 2n എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ്, അത് എത്രയാകാം? ചിലപ്പോൾ 5 ക്രോമസോം ആകാം, ചിലപ്പോൾ ഒരു നമ്മുടെ കേസിൽ അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ 23 ക്രോമസോംസ് ആണ്. ആ 23 ക്രോമസോമിന്റെ ഒരു സെറ്റ് കൂടെ നമ്മുടെ ഓരോ സെല്ലിനകത്തും ഉണ്ട്. എല്ലാ സെല്ലിനകത്തും അങ്ങനെ 23ന്റെ 2 സെറ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഏതായത്? ഡിപ്ലോയിഡ് ആയത്. 2n = 46 എന്ന് പറയാൻ കാരണം 23 + 23 ആണ് 46 എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ക്രോമസോം നമ്പർ പറയുന്നത്. ഓക്കെ, അതേപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ജീവജാലങ്ങളിൽ കൂടുതൽ ആൾക്കാരും ഏതായിരിക്കും? യൂണിസെക്ഷലും ആയിരിക്കും. ഏതായിരിക്കും? യൂണിസെക്ഷൽ. എന്തോ യൂണിസെക്ഷൽ എന്ന് പറഞ്ഞാൽ ഒരു ജീവിയിൽ നിന്ന് ഒരു സെക്സൽ അല്ലെങ്കിൽ ഒരു ഗ്യാമേറ്റിനെ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീവജാലങ്ങളെ നമ്മൾ വിളിക്കുന്നവരാണ് ഇത് യൂണിസെക്ഷൽ. സോ മോസ്റ്റ് ഓഫ് ദി സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ് ആർ ഡിപ്ലോയിഡ് ആൻഡ് യൂണിസെക്ഷൽ. അപ്പം അങ്ങനത്തെ യൂണിസെക്ഷൽ ആയിട്ടുള്ള ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിൽ നടക്കുന്ന സെക്ഷൽ റീപ്രൊഡക്ഷനിലെ പ്രധാനപ്പെട്ട ഈവൻസിൻ്റെയാണ് നമ്മളിവിടെ ഒരു ഫ്ലോ ചാർട്ട് വരച്ച് വെച്ചേക്കുന്നത്. അതിപ്പോൾ ഹാപ്ലോയിഡ് ഓർഗാൻസ് ആണെങ്കിലും അവിടെ നടക്കുന്ന ഈവൻസിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഈവൻസ് ഒക്കെ സെയിം ആയിരിക്കും, അതിൽ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഈവൻസ് എല്ലാം സെയിം തന്നെ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ജനറലായിട്ട് ഒന്ന് വരച്ചിട്ടേക്കാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ അതിൽ നമുക്കറിയാം ഡിപ്ലോയിഡ് ആയിട്ടുള്ള, നമ്മൾ പറഞ്ഞു പേരൻറ്റ് നോർമലായിട്ട് പേരൻറ്റ് യൂണിസെക്ഷലാണ്. നമുക്കറിയാം സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ 2 ഗ്യാമേറ്റ്സ് വേണം. മെയിൽ ഗ്യാമേറ്റായ സ്പേം അല്ലെങ്കിൽ പുംബീജം, അതേപോലെ ഫീമെയിൽ ഗ്യാമേറ്റായ എഗ്ഗ് അല്ലെങ്കിൽ ഏത് വേണം? ഓവം വേണം. അപ്പം ഒരു പേരൻറ്റിൽ നിന്ന് ഒരു ഗ്യാമേറ്റ് മിക്ക സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ജീവജാലങ്ങളിലും പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഫോമിൽ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ എത്ര പേരൻറ്റിൻ്റെ ആവശ്യം വരും? 2 ഗ്യാമേറ്റ് വേണ്ടതുകൊണ്ട് യൂണിസെക്ഷൽ ആയിട്ടുള്ള 2 പേരൻസിൻ്റെ ആവശ്യം വരും. അങ്ങനത്തെ ഒരു പേരൻ്റ് എന്ന് പറഞ്ഞാൽ മെയിൽ പേരൻറ്റും മറ്റൊന്ന് ഏതാണ്? ഫീമെയിൽ പേരൻറ്റുമാണ്. അങ്ങനെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ പേരൻറ്റും ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഫീമെയിൽ പേരൻറ്റുമാണ് നമ്മളിവിടെ വരച്ചു വെച്ചേക്കുന്നത് അല്ലെങ്കിൽ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, അങ്ങനത്തെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ പേരൻറ്റിൽ നിന്നും ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഫീമെയിൽ പേരൻറ്റിൽ നിന്നും സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ അവിടെ നടക്കേണ്ട ഒന്നാമത്തെ ഇവൻ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ബീജങ്ങളെ ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ ഗ്യാമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആകുമ്പം ഇറ്റ് ഇൻവോൾവ്സ് ദ ഫോർമേഷൻ ഓഫ് ഗ്യാമേറ്റ്സ്. അപ്പോൾ അവിടെ ആരെ പ്രൊഡ്യൂസ് ചെയ്യണം? ഗ്യാമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യണം. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അങ്ങനെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ പേരൻറ്റിൽ നിന്ന് ഗ്യാമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ ഗ്യാമേറ്റ്സിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഗ്യാമേറ്റ്സ് എപ്പോഴും എങ്ങനെ ആയിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. ഏത് ജീവജാലങ്ങൾ എടുത്താലും ഗ്യാമേറ്റ്സ് എപ്പോഴും എങ്ങനെ ആയിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. സെക്സൽ അല്ലെങ്കിൽ ബീജം എന്ന് പറയുന്ന ഗ്യാമേറ്റ്സ് എങ്ങനെ ആയിരിക്കും എന്ന് പറയും? ഹാപ്ലോയിഡ് ആയിരിക്കും. അങ്ങനെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗ്യാമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞു ഇവിടെ എത്ര പേരൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ 2 എണ്ണം. അതിൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ പേരൻറ്റിൽ നിന്ന്
ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ ഗ്യാമേറ്റ് ആയ സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതേപോലെ തന്നെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഫീമെയിൽ പേരൻറ്റിൽ നിന്ന് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഫീമെയിൽ ഗ്യാമേറ്റ് ആയ എഗ്ഗിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫീമെയിൽ പാർട്ടിൽ നടക്കുന്ന ഒന്നാമത്തെ സ്റ്റെപ്പ്. ആ രണ്ടിടത്തും രണ്ട് പേരൻറ്റിൽ നടക്കുന്ന ഒന്നാമത്തെ ഇവൻ്റ് ഏതാണ്? ബീജങ്ങളെ ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ ഗ്യാമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിന് നമ്മളൊരു ടെക്നിക്കൽ ടേം യൂസ് ചെയ്യും. നമുക്കറിയാം ജെനിസിസ് എന്ന് പറയുന്ന ഒരു ടേം ഫോർമേഷൻ യൂസ് ചെയ്യും അല്ലേ? ഇവിടെ ആരെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗ്യാമേറ്റ്സിനെ അല്ലേ? സോ ദാറ്റ് സ്റ്റെപ്പ് ക്യാൻ ബി കോൾഡ് ആസ് ജനറലി ഗ്യാമേറ്റ് ഫോർമേഷൻ ഓർ ടെക്നിക്കലി വി കോൾഡ് ഇറ്റ് ആസ് ഗ്യാമറ്റോജെനിസിസ്. ഏതാണ്? ഗ്യാമറ്റോജെനിസിസ്. അപ്പം സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ഏത് ഓർഗാനിസം ആണെങ്കിലും അവിടുത്തെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഏത്? ബീജങ്ങളെ ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ സെക്സ് സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുക. ആ സ്റ്റെപ്പിനെ നമ്മൾ ഏത് പേര് വിളിച്ചു? ഗ്യാമറ്റോജെനിസിസ്. ഓക്കെ, അങ്ങനെ ഗ്യാമറ്റോജെനിസിന്റെ ഫലമായിട്ട് ഇവിടെ ആരെ പ്രൊഡ്യൂസ് ചെയ്യും? ഗ്യാമേറ്റ്സ്. ഗ്യാമേറ്റ്സ് ഏതാണെന്നാ പറഞ്ഞത്? ഹാപ്ലോയിഡ്. ഇവിടുത്തെ പേരന്റ് ഡിപ്ലോയിഡ് ആയതുകൊണ്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള പേരന്റിൽ നിന്ന് ഹാപ്ലോയിഡ് ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഏത് ഡിവിഷൻ നടന്നേ പറ്റൂ? മിയോസിസ്. ഏത് ഡിവിഷൻ നടക്കും? മിയോസിസ്. അങ്ങനെ മെയിൽ പേരന്റിൽ നിന്ന് ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ ഗ്യാമേറ്റ് ആയ സ്പേം പ്രൊഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ ഫീമെയിൽ പേരന്റിൽ നിന്ന് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഫീമെയിൽ ഗ്യാമേറ്റ് ആയ എഗ്ഗിനെ പ്രൊഡ്യൂസ് ചെയ്യാനും ഏത് ഡിവിഷൻ നടക്കും? മിയോസിസ് എന്ന് പറയുന്ന ഡിവിഷൻ രണ്ടിടത്തും കോമൺ ആയിട്ട് നടക്കും. മനസ്സിലായ? അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പായ ഏതെന്ന് നമ്മൾ പറഞ്ഞാൽ അങ്ങനത്തെ ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റെപ്പിനെ നമ്മൾ ഏത് പേര് വിളിച്ചു? ഗ്യാമറ്റോജെനിസിസ്. ഓക്കെ, അപ്പം നമ്മുടെ കേസിലും ഇതേപോലെ തന്നെയാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ മെയിൽ സെക്സ് ഓർഗനായ ടെസ്റ്റിസിനുള്ളിൽ ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ നമ്മുടെ ഓപ്പോസിറ്റ് സെക്സ് ആയ ഫീമെയിലിൻ്റെ ശരീരത്തിലും ഏത്? ഓവറി എന്ന് പറയുന്ന ഫീമെയിൽ സെക്സ് ഓർഗനുള്ളിൽ ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? എഗ്ഗിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പം എന്നിൽ മെയിൽ സെക്സ് ഓർഗനുള്ളിൽ സ്പേം ഇരുന്നെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സെക്സ് ആയ ഫീമെയിലിനകത്ത് എഗ്ഗ് ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രോഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുമോ? ഇല്ല. അതെന്ത് ചെയ്യണം? അവിടെ പ്രോഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ടുപേരുടെയും ശരീരത്തിലിരിക്കുന്ന ബീജങ്ങൾ ഗ്യാമേറ്റ്സുകൾ എവിടെ എത്തണം? അത് തമ്മിൽ ഫ്യൂഷൻ നടക്കണം. ഫ്യൂഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഇവന്മാർ രണ്ടുപേരോട് എവിടെ എത്തണം? ഒരു കോമൺ ആയിട്ടുള്ള ഒരു സൈറ്റിൽ എത്തണം. മനസ്സിലായി? ഒരു കോമൺ ഏരിയയിൽ എത്തിയാൽ മാത്രമേ ഇവന്മാർ തമ്മിൽ കണ്ടുമുട്ടി എന്ത് നടക്കൂ? ഫ്യൂഷൻ നടക്കും. അപ്പോൾ ഇവന്മാരെ രണ്ടുപേരെയും ഒരേ സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടി നടക്കുന്ന അടുത്തൊരു ഇവൻ്റ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്യാമേറ്റ് ട്രാൻസ്ഫർ. ഏത് പേര് വിളിക്കും? ഗ്യാമേറ്റ് ട്രാൻസ്ഫർ. ചില കേസിൽ രണ്ട് ഗ്യാമേറ്റും മോട്ടയിലാണെങ്കിൽ രണ്ടിനെയും കൂടെ സറൗണ്ടിങ് മീഡിയത്തിൽ റിലീസ് ചെയ്യും. അതെവിടെയെങ്കിലും ഒരു കോമൺ സൈറ്റിൽ വന്ന് കണ്ടുമുട്ടി ഫ്യൂഷൻ നടക്കും. ഓക്കെ, അതേസമയം മെയിൽ ഗ്യാമേറ്റ് മാത്രമേ ചലിക്കുന്നുള്ളൂ. ഫീമെയിൽ ഗ്യാമേറ്റ് നോൺ മോട്ടയിലാണ്. അത് ഫീമെയിലിൻ്റെ ശരീരത്തിനുള്ളിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ആരെ എത്തിച്ചു കൊടുക്കണം? മെയിൽ ഗ്യാമേറ്റ് ചലിച്ച അവിടെ എത്തണം. മനസ്സിലായി? അപ്പോൾ അങ്ങനെ രണ്ടുപേരെയും ഒരേ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്ന ആ സെക്കൻഡ് സ്റ്റെപ്പ് ഗ്യാമറ്റോജെനിസിസ് കഴിഞ്ഞാൽ അവിടെ നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈവൻ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഗ്യാമേറ്റ്സുകളെ ഒരേ സൈറ്റിൽ എത്തിച്ചു കൊടുക്കുന്ന ഈവൻ്റായ ഏതെന്ന് പറയുന്നത്? ഗ്യാമേറ്റ് ട്രാൻസ്ഫർ. ഏതാണ്? ഗ്യാമേറ്റ് ട്രാൻസ്ഫർ. അത് നമ്മളിലും നടക്കുന്നുണ്ട്, എല്ലാ മെമ്പേഴ്സിലും അത് നടക്കുന്നുണ്ട്. അപ്പം സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നടക്കുന്ന രണ്ടാമത്തെ കോമൺ ഇവൻ്റ് ആണ് ഇത്. ഗ്യാമറ്റോജെനിസിസ് കഴിഞ്ഞാൽ ഗ്യാമേറ്റിനെ ഒരേ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്ന ഇവൻ്റായ ഏതാണെന്ന് പറയുന്നത്? ഗ്യാമേറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, അങ്ങനെ നമുക്കറിയാം ഇപ്പോൾ ഗ്യാമേറ്റ് രണ്ടുപേരും ഒരിടത്ത് ഇരിക്കുക, ഒരേ സ്ഥലത്ത് വന്ന് രണ്ടുപേരോട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തുമായിരിക്കും? ആ സെയിം സ്പീഷീസിൻ്റെ ഗ്യാമേറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരേ മെമ്പേഴ്സിൻ്റെ ഗ്യാമേറ്റ്സ് ആണെങ്കിൽ അത് തമ്മിൽ എന്ത് ചെയ്യും? ഫ്യൂഷനിൽ പങ്കെടുക്കും. അങ്ങനത്തെ ബീജങ്ങൾ തമ്മിൽ യോജിക്കുന്ന ആ പ്രക്രിയ അല്ലേ? ദ ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ് ഈസ് കോൾഡ് ആസ് ഫെർട്ടിലൈസേഷൻ. ഏത് പേര് വിളിക്കും? ഫെർട്ടിലൈസേഷൻ. അതിന് മറ്റൊരു പേര് വിളിക്കും. അത് നമ്മൾ ടോപ്പിക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ പറഞ്ഞുതരാം. അപ്പം ഗ്യാമേറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഇതുവരെ പറഞ്ഞ ഇവന്റുകളിൽ വെച്ചിട്ട് മൂന്നാമത്താണ് ഏതെന്ന് പറയുന്നത്? ഫെർട്ടിലൈസേഷൻ. ഏതാണ്? ഫെർട്ടിലൈസേഷൻ. ബീജസങ്കലനം എന്ന് മലയാളത്തിൽ വിളിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഹാപ്ലോയിഡ് ആയിട്ടുള്ള രണ്ട് ഗ്യാമേറ്റുകൾ ഏതാണെന്ന്? ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ ഗ്യാമേറ്റും ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഫീമെയിൽ ഗ്യാമേറ്റും ആണ് ഫെർട്ടിലൈസേഷനിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ ഫെർട്ടിലൈസേഷനിൽ പങ്കെടുത്ത് അവന്മാർ തമ്മിൽ ഫ്യൂസ് ചെയ്ത് ഒറ്റ ഒരു സെല്ലായിട്ട് അങ്ങ് മാറും. സ്പേം കൂടെ ഫ്യൂസ് ചെയ്തുകൊണ്ടാണ് ആ സിംഗിൾ സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് സൈഗോട്ട്. ഏതാണ്? സൈഗോട്ട്. ഏതിൻ്റെ റിസൾട്ടന്റ് പ്രോഡക്റ്റ് ആണ് ഫെർട്ടിലൈസേഷന്. സൈഗോട്ട് എങ്ങനെ ആയിരിക്കും? എന്നും എന്നോട് ഫ്യൂസ് ചെയ്ത് ഒറ്റ ഒരു സെല്ലായതായതുകൊണ്ട് അതിനകത്ത് ക്രോമസോം നമ്പർ എങ്ങനെ ആയിരിക്കും? ഡബിൾ സെറ്റ് ആണ്. ദാറ്റ് മീൻസ് ഡിപ്ലോയിഡ് ആയിരിക്കും. അങ്ങനെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സൈഗോട്ടിനെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഉണ്ടായ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നു അല്ലെങ്കിൽ സെൽ ഡിവിഷൻ നടന്നിട്ട്, അതിൽ മെയിനായിട്ട് മൈറ്റോട്ടിക് ഡിവിഷനാണ്. ഡിവിഷൻ നടന്നിട്ട് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവും. മനസ്സിലാണേ? ആ മൾട്ടി സെല്ലുലാർ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എംബ്രിയോ. ഏത് പേര് വിളിക്കും? എംബ്രിയോ. എംബ്രിയോയ്ക്ക് വീണ്ടും സെൽ ഡിവിഷനും
സെൽ ഡിഫറൻസിയേഷൻ, അതായത് മറ്റു കുറേ പ്രവർത്തനങ്ങൾ അതിൽ നടന്നിട്ട് കോശ വിഭജനവും അതേപോലെ തന്നെ ഓരോ സെല്ലുകൾ പല പല അവയവങ്ങളായിട്ട് അല്ലെങ്കിൽ പല പല ഓർഗനുകളായിട്ട് മാറുന്ന ആ പ്രക്രിയയാണ് സെൽ ഡിഫറൻസിയേഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കും. അങ്ങനെ സെൽ ഡിവിഷനും സെൽ ഡിഫറൻസിയേഷനും നടന്ന് ഈ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഈ എംബ്രിയോ എന്തായിട്ട് മാറുന്നു? ഒരു പുതിയ ഓർഗാനിസമായിട്ട് മാറുന്നു. ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു പുതിയ ഓർഗാനിസമായിട്ട് മാറുന്നു. അതായത് ഒരു പുതിയ കുഞ്ഞ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രോസസ്സിനെ, അതായത് സൈഗോട്ട്, യൂണിസെല്ലുലാർ ആയിട്ടുള്ള സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് മൾട്ടി സെല്ലുലാർ എംബ്രിയോ ഉണ്ടാകുന്നതും മൾട്ടി സെല്ലുലാർ എംബ്രിയോ ഒരു പുതിയ ഓർഗാനിസമായിട്ട് മാറുന്ന അത്രയും ഇവൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് എംബ്രിയോജെനിസിസ്. ഏത് പേര് വിളിക്കും? എംബ്രിയോജെനിസിസ്. പേരിൽ തന്നെ ഉണ്ട്, ജെനിസിസ് മീൻസ് ഫോർമേഷൻ. സോ എംബ്രിയോജെനിസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് എംബ്രിയോ. മനസ്സിലായ? അതാണ് ഇതിനകത്ത് നടക്കുന്ന ഈവൻസുകൾ. അപ്പം ഒരു സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒരു പേരന്റിൽ നിന്ന് പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാകാനായിട്ട് അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ചില ഈവൻസുകൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ഗ്യാമറ്റോജെനിസിസ്. അതായത് ഒരു പേരന്റ് അടുത്ത തലമുറയെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ അവനവിടെ ആദ്യം ആരെ പ്രൊഡ്യൂസ് ചെയ്യണം? ഗ്യാമേറ്റ്സുകൾ. ആ സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഇത് ഗ്യാമറ്റോജെനിസിസ്. ഗ്യാമറ്റോജെനിസിസ് ആണെന്ന് ഗ്യാമേറ്റ്സ് പേരൻസിന്റെ ബോഡിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ആ ഗ്യാമേറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരേ സ്ഥലത്ത് അവനെ എത്തിച്ചു കൊടുക്കണം. That process is called as gamete transfer. ഏത് പേര് വിളിക്കും? ഗാമേറ്റ് ട്രാൻസ്ഫർ. ഗാമേറ്റ് ട്രാൻസ്ഫറിന്റെ ഫലമായിട്ട് ഒരേ സ്ഥലത്ത് എത്തിയ ആ ഗ്യാമേറ്റുകൾ തമ്മിൽ അടുത്ത സ്റ്റെപ്പ് ഏതായിരിക്കും? ഫ്യൂഷൻ നടക്കുക. That fusion process is called as fertilization. ഏത് പേര് വിളിക്കും? ഫെർട്ടിലൈസേഷൻ. അതാണ് മൂന്നാമത്തെ ഇവന്റ്. ഫെർട്ടിലൈസേഷന്റെ റിസൾട്ടന്റ് പ്രോഡക്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഏത്? സൈഗോട്ട്. ഏതാണ്? സൈഗോട്ട്. അങ്ങനെ ഇരിക്കുന്ന സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ, മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള എംബ്രിയോയും ഒരു ഓർഗാൻസും ആയിട്ട് മാറുന്നതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്? എംബ്രിയോജെനിസിസ്. ഏത് പേര് വിളിക്കും? എംബ്രിയോജെനിസിസ്. അപ്പൊ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഗ്യാമറ്റോജെനിസിസ്, ഗാമേറ്റ് ട്രാൻസ്ഫർ, fertilization and the resultant product zygote, and the last one embryogenesis. Okay, ഇത്രയും ഈവൻസ് ആണ് കോമൺ ആയിട്ട് ഒരു സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നടക്കുന്നത്. മനസ്സിലായ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷൽ റീപ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞ് ബീജങ്ങളെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരോടുണ്ട് ഗ്യാമേറ്റ് ഫോർമേഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര് ടെക്നിക്കലായിട്ട് ഗ്യാമറ്റോജെനിസിസ്. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ്. പിന്നെ മറ്റൊരു സ്റ്റെപ്പ് ആ ഗ്യാമേറ്റ്സുകളാകുന്ന സെക്സ് സെൽസ് അല്ലെങ്കിൽ ഏതാണ് ബീജങ്ങൾ യോജിക്കുന്ന പ്രക്രിയ. അതിനെയാണ് നമ്മൾ ഏത് പേര് വിളിച്ചു? ഫെർട്ടിലൈസേഷൻ. അപ്പം നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഇവന്റ് ഗ്യാമറ്റോജെനിസിസും ഫെർട്ടിലൈസേഷനും. അതിൽ നമുക്കറിയാം സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇത്രയും ഇവന്റ്സ് വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഏകദേശം പകുതിക്ക് വെച്ച് നടക്കുന്ന ഒരു ഇവന്റ് ആണ് ഇത് ഫെർട്ടിലൈസേഷൻ. അപ്പൊ ആ ഫെർട്ടിലൈസേഷനെ ബേസ് ചെയ്തുകൊണ്ട്, ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ആ മേജർ ഇവന്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നടക്കുന്ന കംപ്ലീറ്റ് ഇവന്റ്സുകളെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് ഫെർട്ടിലൈസേഷന് മുമ്പ് നടക്കുന്ന ഇവന്റുകൾ, അതിനെ ഒരു പേരിട്ട് വിളിച്ചു. അതേപോലെ രണ്ടാമത്തേത് നമ്മുടെ ഫെർട്ടിലൈസേഷൻ, അത് കഴിഞ്ഞ് അതിന് താഴെ നടക്കുന്ന ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് നടക്കുന്ന കംപ്ലീറ്റ് ഇവന്റ്സിനെ മറ്റൊരു പേര് വിട്ട് വിളിച്ചു. അങ്ങനെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള എല്ലാ ഇവന്റ്സുകളെയും കൂടെ നമ്മൾ എത്ര ആയിട്ട് തരംതിരിച്ചു? വി ക്ലാസിഫൈഡ് ദം ഇൻടു 3 ഈവൻറ്റ്സ്. എത്ര ഈവൻറ്റ്സ് ആയിട്ടാ? 3 ഈവന്റുകളായിട്ട്. അതിൽ ഒന്നാമത്തെ ഫെർട്ടിലൈസേഷന് മുമ്പ് നടക്കുന്ന ഈവന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സ്. ഏത് പേര് വിളിക്കും? പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സ്. രണ്ടാമത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളിപ്പോൾ പറഞ്ഞത് എന്തിനെ ബേസ് ചെയ്താണോ ഇവനെ ഡിവൈഡ് ചെയ്തേക്കുന്നത് അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ഫെർട്ടിലൈസേഷൻ. ഏതാണ്? ഫെർട്ടിലൈസേഷൻ. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ വൺ, ഈവൻറ്റ്സ് ദാറ്റ് ഒക്കർ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, വി കോൾ ദാറ്റ് ഇവന്റ് ആസ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. ഏതാണ്? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. അങ്ങനെ ഈവന്റ്സ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നതാണ്? 3 ആയിട്ട്, 3. അതിൽ ഫസ്റ്റ് വൺ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്, സെക്കൻഡ് വൺ ഫെർട്ടിലൈസേഷൻ, ആൻഡ് ദ ലാസ്റ്റ് വൺ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. ഓക്കെ, ക്ലിയർ ആയുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ ഈ പഠിച്ച സ്റ്റെപ്പുകളിൽ, ഈ പറഞ്ഞ സ്റ്റെപ്പുകളിൽ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിനകത്ത് ഏതൊക്കെ വരും? ഫെർട്ടിലൈസേഷന് മുമ്പ് നടക്കുന്ന ഇവന്റുകൾ ഏതൊക്കെ വരും? നമുക്കറിയാം. ഇത് ചാർട്ടിൽ നോക്കിയാൽ തന്നെ അറിയാം ഏതൊക്കെയായിരിക്കും. ഇതാണ് ഫെർട്ടിലൈസേഷൻ എങ്കിൽ അതിന് മുമ്പ് നടക്കുന്ന പ്രധാനപ്പെട്ട ഇവന്റുകൾ ഏതാ? ഒന്ന് ഗ്യാമറ്റോജെനിസിസും രണ്ടാമത്തെ ഏതാണ്? ഗാമേറ്റ് ട്രാൻസ്ഫറും. ഈ 2 ഇവന്റുകളാണ് ഏതിനകത്ത് പെടുന്നത്? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിൽ. ഏതൊക്കെയാ? ഗ്യാമറ്റോജെനിസിസ്, സെക്കൻഡ് വൺ ഗാമേറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, ഫെർട്ടിലൈസേഷൻ തന്നെ. അത് വഴിയെ നമുക്ക് അതിന്റെ ടൈപ്സുകളും കുറച്ച് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്, അത് വഴി. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ് ഏതാണെന്ന് മാത്രം ഓർത്താൽ മതി, ഫെർട്ടിലൈസേഷൻ. ആൻഡ് ദ തേർഡ് വൺ ഏതാണ്? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് എന്ന് പറയുമ്പോൾ ഫെർട്ടിലൈസേഷന്റെ റിസൾട്ടന്റ് പ്രോഡക്റ്റ് ആണ് ആര്? ഡിപ്ലോയിഡ് ആയിട്ടുള്ള യൂണിസെല്ലുലാർ ആയിട്ടുള്ള സൈഗോട്ട്. അതാണ് ഒന്ന്.
ആ സൈഗോട്ടിന് പിന്നെ എംബ്രിയോ ആകുക, സൈഗോട്ട് ആ ഉണ്ടായ എംബ്രിയോ, സൈഗോട്ട് ഡിവൈഡ് ചെയ്തുണ്ടായ ആ എംബ്രിയോ എന്തായിട്ട് മാറുക, ഓർഗാൻസമായിട്ട്, പുതിയൊരു ഓർഗാൻസമായിട്ട് മാറുക. അത്രയും ഇവൻസുകളെ നമ്മൾ ഒരു പേര് വിളിച്ചിരുന്നു എംബ്രിയോജെൻസിസ്. ഏതാണ്? എംബ്രിയോജെൻസിസ്. അതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ഇവൻ. അപ്പം പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ അത് ആരൊക്കെ ഉള്ളൂ? ഒന്ന് സൈഗോട്ടും പിന്നെ ഒന്ന് ഏതാണ്? എംബ്രിയോജെൻസിസ് എന്ന് പറയുന്ന സ്റ്റെപ്പും. ഓക്കെ, അപ്പം സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ഇവൻസുകളെ നമ്മൾ എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നതാണ്? ബേസ്ഡ് ഓൺ ഫെർട്ടിലൈസേഷൻ വി ക്ലാസിഫൈഡ് ദ എൻറ്റയർ ഇവൻസ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ടു 3 ഇവൻസ് ഓർ 3 കാറ്റഗറീസ് അല്ലേ? അല്ല, ഫസ്റ്റ് വൺ ഏതാണ്? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, അല്ലെങ്കിൽ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് പറയും? ഓൾ ദി ഇവൻസ് ദാറ്റ് ഒക്കർ ബിഫോർ ഫെർട്ടിലൈസേഷൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് 2 ഇവൻസ്. ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ഗാമറ്റോജെനിസിസ് ആൻഡ് സെക്കൻഡ് വൺ ഗാമേറ്റ് ട്രാൻസ്ഫർ. Okay, then second one fertilization, and the last one post fertilization events. And the post fertilization, all the events that occur after fertilization is called as post fertilization events. അതിനകത്ത് രണ്ടെണ്ണം ഏതൊക്കെയാ? ഫസ്റ്റ് വൺ സൈഗോട്ട് ആൻഡ് ദ സെക്കൻഡ് വൺ എംബ്രിയോജെൻസിസ്. ഓക്കെ, ക്ലിയർ ആയ കാര്യം പറഞ്ഞ പിടിയിട്ടല്ലോ. ഇനി നമുക്ക് ഈ 3 സ്റ്റെപ്പുകളില്ലേ, അല്ലെങ്കിൽ 3 ഇവൻസുകൾ നമ്മൾ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ ഇതിന് പിന്നാലെ അത് ഓരോ ഇവൻസുകളെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോകും. ഓക്കെ, കാര്യം പറഞ്ഞ് മനസ്സിലാണ്? ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു പുതിയ വീഡിയോ ക്ലാസ്സുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.